ഞങ്ങളുടെ നല്ലവനായ ദൈവമേ, കരുണയുള്ള കർത്താവെ, നല്ല സമയത്തിനായിട്ട് അങ്ങയെ സ്തുതിക്കുന്നു. ദൈവമേ, അങ്ങയുടെ വചനവുമായി അങ്ങയുടെ തിരുസന്നിധിയിലേക്ക് ഞങ്ങൾ അടുത്തു വരികയാണ്. അങ്ങ് ഞങ്ങളോട് സംസാരിക്കണം. അങ്ങയുടെ ശബ്ദം കേൾപ്പാൻ ഞങ്ങളെ നീ അനുവദിക്കണമേ കർത്താവെ. ഇന്ന് ഡിവൈസിൽ ഈ പ്ലാറ്റ്ഫോമിൽ കടന്നു വരുന്ന എൻ്റെ പ്രിയപ്പെട്ടവരും നിനക്ക് വിലയേറിയവരുമായ ഈ പ്രിയ മക്കളോട് ദൈവവചനത്തിലൂടെ നീ സംസാരിക്കണമേ. അങ്ങ് ഞങ്ങളുടെ ഗുരുക്കന്മാരുടെ ഗുരുവാണ്. അങ്ങ് ഞങ്ങളെ അത് പഠിപ്പിക്കണമേ. ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കും. യേശുവിന്റെ നാമത്തിൽ ഇന്നത്തെ ശുശ്രൂഷയെ സവിനയം സമർപ്പിക്കുന്ന കർത്താവെ, അങ്ങ് കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ഇന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം പൗലോസിനെ ദൈവം തെരഞ്ഞെടുത്തിരിക്കുന്നു. നിറഞ്ഞ പാത്രം, തെരഞ്ഞെടുത്ത പാത്രം, വേർതിരിക്കപ്പെട്ട പാത്രം, മാനിക്കപ്പെട്ട പാത്രം, ഈ രീതിയിലൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചതാണ്. ദൈവത്തിന് സ്തോത്രം. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് 17-ാമത്തെ വാക്യത്തിൽ നമ്മൾ ആരംഭിക്കുകയാണ്. 17-ാമത്തെ വാക്യം ഇങ്ങനെ നാം വായിക്കുന്നു: അങ്ങനെ അനന്യാസ് ആ വീട്ടിൽ ചെന്ന് അവന്റെ മേൽ കൈവച്ചു. ശൗലേ, സഹോദര, നീ കാഴ്ച പ്രാപിച്ച് പരിശുദ്ധാത്മ പൂർണ്ണനാകേണ്ടതിന് നീ വന്ന വഴിയിൽ നിനക്ക് പ്രത്യക്ഷനായ യേശു എന്ന കർത്താവ് എന്നെ അയച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ഉടനെ അവന്റെ കണ്ണിൽ നിന്ന് ചെതുമ്പൽ പോലെ വീണു. കാഴ്ച ലഭിച്ച് അവൻ എഴുന്നേറ്റു, സ്നാനമേൽക്കുകയും ആഹാരം കൈക്കൊണ്ടു ബലം പ്രാപിക്കുകയും ചെയ്തു. ദൈവത്തിന് സ്തോത്രം. അവിടെ 17-ാമത്തെ വാക്യം പൗലോസിന്റെ ശൗലിന്റെ ജീവിതത്തിൽ വലിയ പരിവർത്തനങ്ങൾ ഉളവാകുകയാണ്. നമുക്കറിയാം, നമ്മൾ പഠിച്ചതാണ്. വലിയൊരു പ്രകാശം അവന്റെ ചുറ്റും മിന്നി. ഒരു ശബ്ദം അവൻ കേട്ടു. അവൻ അവിടെ നിന്ന് എഴുന്നേറ്റ് നേരെ യൂദായുടെ ഭവനത്തിലേക്ക് പോയി. ആ സമയത്ത് അനന്യാസ് എന്ന് പറയുന്ന ഒരു ഭക്തൻ, അവന് ദൈവാത്മാവിന്റെ നിർദ്ദേശമുണ്ടായി. അവിടെ പൗലോസ് ശൗൽ കാത്തിരിക്കുന്നു. നമ്മൾ അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞതാണ്, ഞാൻ ആവർത്തിക്കുന്നില്ല. ചെന്നു അവന് വേണ്ടി പ്രാർത്ഥിച്ചു. പ്രാർത്ഥിച്ചപ്പോൾ അവന്റെ കണ്ണിൽ നിന്ന് ചെതുമ്പൽ പോലെ എന്തോ ഒന്ന് താഴെ പോയി. ചെതുമ്പൽ പോയെന്നല്ല, ചെതുമ്പൽ പോലെ ഒന്ന് താഴെ പോയി. ഈ ലോകത്തിന്റെ ദൈവം അവിശ്വാസികളുടെ കണ്ണ് കുരുടാക്കുന്നത് ഇങ്ങനെയുള്ള ചെതുമ്പലുകളാണ്. കാഴ്ചയുണ്ട്, പക്ഷേ കാണേണ്ടത് കാണാനായിട്ട് സാധ്യമാകുന്നില്ല. കണ്ണുണ്ട്, പക്ഷേ കാണില്ല. ഇന്നും സർവശക്തനായ ദൈവത്തെ കാണേണ്ടതുപോലെ കാണാൻ പലപ്പോഴും കഴിയാതെ പോകുകയാണ്. അതിന്റെ കാരണം ഈ ചെതുമ്പൽ കണ്ണിന് പിടിച്ചാൽ പിന്നെ അതൊരു മതാന്ധതയാണ്. മതഭക്തിയുടെ ആ ചെതുമ്പൽ ശൗലിന്റെ കണ്ണിന് അന്ധത പിടിപ്പിച്ചു. ന്യായപ്രമാണത്തിൽ എഴുതപ്പെട്ട കന്യക ഗർഭം ധരിച്ച ഒരു മകനെ പ്രസവിക്കും, അവൻ ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കണമെന്ന ന്യായപ്രമാണ പുസ്തകത്തിൽ എഴുതി വെച്ച ആ വസ്തുത ഗമാലിയേലിന്റെ കീഴിലിരുന്ന് വചനം പഠിച്ച, ന്യായപ്രമാണം പഠിച്ചവന്, പകർത്തി എഴുതിയവന് ആ വാക്യം അറിയില്ലാത്തത് കൊണ്ടല്ല, പക്ഷെ കണ്ണിന് അന്ധത പിടിച്ചു.
ദർശനം ലഭിച്ചു. ഒരു ഭക്തൻ അവന് വേണ്ടി പ്രാർത്ഥിച്ചു. ആ ചെതുമ്പൽ നീങ്ങിപ്പോയി. നമ്മൾ 9-ാം അധ്യായത്തിന്റെ ആരംഭ ഭാഗത്ത് അത് സംബന്ധിച്ച് പറഞ്ഞതാണല്ലോ. ആ ദർശനം വളരെ പ്രധാനപ്പെട്ടതായിരുന്നു. ഈ കാലഘട്ടത്തിലും മതഭക്തി അങ്ങ് വർദ്ധിച്ചിട്ട് പലർക്കും കർത്താവിനോടുള്ള സ്നേഹം അങ്ങ് തണുത്തുപോയി. സഭകളിൽ പദാർത്ഥപരമായ കാര്യങ്ങൾക്കും സഭകളിലെ ആ മെക്കാനിസത്തിനാണ് ഏറ്റവും കൂടുതൽ വില കൽപ്പിക്കുന്നത്. സഭയുടെ പാരമ്പര്യത്തിനാണ് വില കൽപ്പിക്കുന്നത്. കർത്താവിനേക്കാൾ പ്രാധാന്യമായി പോയി സഭയിൽ പലതിനും പലർക്കും. ഇതാണ് കാരണം. ഈ ലോകത്തിന്റെ ദൈവം അവിശ്വാസികളുടെ കണ്ണ് കുരുടാക്കി വരച്ചു കിട്ടിയ യേശുവിനെ കാണാൻ കഴിയാതെ പോകുകയാണ്. ഇവിടെ അനന്യാസ് വന്ന് അവന്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചപ്പോൾ അവന്റെ കണ്ണിന് യഥാർത്ഥമായ കാഴ്ച ലഭിച്ചു. ദൈവമക്കളെ, അവിടെ പറഞ്ഞിരിക്കുന്നു, അവന്റെ കണ്ണിൽ നിന്ന് ചെതുമ്പൽ പോലെ ഒന്ന് താഴെ വീണു. 17-ാം വാക്യത്തിന്റെ അവസാന ഭാഗത്ത് നമ്മൾ കണ്ടു, അനന്യാസ് അവന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവൻ പരിശുദ്ധാത്മപൂർണനാകുമെന്നാണ്. അനന്യാസ് അവന്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചപ്പോൾ അവൻ പരിശുദ്ധാത്മപൂർണനായി. പരിശുദ്ധാത്മപൂർണനായി കഴിഞ്ഞപ്പോൾ അവന്റെ കണ്ണിൽ നിന്ന് ചെതുമ്പൽ പോലെ ഒന്ന് താഴെ പോയി. അവന് കാഴ്ച ലഭിച്ചു. അവൻ എഴുന്നേറ്റു. അവൻ സ്നാനമേറ്റു. ആ കാലം വരെയും അവന് പരിച്ഛേദന മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. അവൻ സ്നാനമേറ്റിരുന്നില്ല. സ്നാനമേക്കാത്ത പൗലോസ് ശൗൽ എഴുന്നേറ്റ് സ്നാനമേറ്റു. ആഹാരം കൈക്കൊണ്ടു. ബലം പ്രാപിച്ചു. എന്തെല്ലാം കാര്യങ്ങൾ സംഭവിച്ചു? അനന്യാസ് അവന്റെ ശിരസിൽ കൈവച്ച് അവന് വേണ്ടി പ്രാർത്ഥിച്ചു. അവൻ പൂർണ്ണനായി പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു. അവന്റെ കണ്ണിന് ശരിയായ കാഴ്ച ലഭിച്ചു. അവൻ എഴുന്നേറ്റു. ആയിരുന്ന സാഹചര്യത്തിൽ നിന്ന് അവൻ എഴുന്നേറ്റു. അവൻ സ്നാനമേറ്റു. ബലം പ്രാപിച്ചു. ഇത്രയും കാര്യങ്ങൾ സംഭവിച്ചു. പരിശുദ്ധാത്മപൂർണനായതോടുകൂടി, പരിശുദ്ധാത്മാവിൽ നിറഞ്ഞതോടുകൂടി അവന്റെ ജീവിതം സമഗ്രമായി മാറി. അലകും പിടിയും മാറിയെന്ന് നമ്മൾ പറയാറില്ലേ? അതുപോലൊരു മാറ്റം സംഭവിച്ചു പൗലോസിന്. ശൗലിന് അതുപോലൊരു മാറ്റം സംഭവിച്ചു. അത്രമേൽ വ്യത്യാസം ശൗൽ അനുഭവിച്ചു. ദൈവമക്കളെ, അങ്ങനെ എഴുന്നേറ്റ് ബലം പ്രാപിച്ച് ശൗൽ മുൻപോട്ട് നീങ്ങി. 19-ാമത്തെ വാക്യം, അവൻ ദമസ്കോസിലുള്ള ശിഷ്യന്മാരോടുകൂടെ കുറെ നാൾ പാർത്തു. എനിക്ക് ആ വാക്യം ഭയങ്കര ഇഷ്ടമായി. ദമസ്കോസിലുള്ള കർത്താവിന്റെ ശിഷ്യന്മാരെ പിടിച്ച് ബന്ധിച്ച് യെരുശലേമിലേക്ക് കൊണ്ടുപോകാനായിട്ട് വന്ന ശൗൽ മാനസാന്തരപ്പെട്ട് മനസ്സിന് പരിവർത്തനം വന്ന് അവൻ ആദ്യം പാർത്തത് ദമസ്കോസിലെ തന്നെ വിശ്വാസികളായ സഹോദരങ്ങളോടുകൂടെ പാർത്തു. എവിടെ വെച്ചാണോ അവന് മാനസാന്തരം ഉണ്ടായത്
അവിടെ അവനെ തന്നെ വെളിപ്പെടുത്തി. അവനിൽ വന്നു നിറഞ്ഞ പരിശുദ്ധാത്മാവിൽ അവർ ആനന്ദിച്ചു. ആ കാഴ്ച ദമസ്കോസിലെ വിശ്വാസികൾ കണ്ടു. ദൈവമക്കളെ, ഒന്ന് ഭാവനയിൽ കാണാൻ സാധിക്കുമോ? അത് അവരെ കൊന്നു മുടിക്കാനായി അധികാരകൽപ്പനയും വാങ്ങിക്കൊണ്ട് വന്ന ശൗവലിന് വേണ്ടി മുട്ടിന്മേൽ നിന്ന് കരഞ്ഞു പ്രാർത്ഥിച്ച ആ ജനത്തിന്റെ നടുവിൽ ഇതാ പരിശുദ്ധാത്മപൂർണനായി ശൗവലിരിക്കുന്നു. അതവരുടെ ജീവിതത്തിലെ മറക്കാൻ കഴിയാത്തൊരു സാക്ഷ്യമായി, അവിസ്മരണീയമായ ഒരു സംഭവമായി അവർക്ക് ഏറ്റവും സന്തോഷമായി കാണും. നമ്മുടെ കർത്താവ് ജീവിക്കുന്നു എന്ന് അവർ ഉറക്കെ പറഞ്ഞു. ആ പാവങ്ങൾ, ആ സാധുക്കളായ വിശ്വാസികളോട് കൂടെ അവൻ കുറെ നാൾ പാർത്തു. ആ താമസിച്ച സമയം അത്രയും വിശ്വാസത്തിന്റെ വഴികൾ പരിശുദ്ധാത്മാവ് അവനെ പഠിപ്പിച്ചു. അവനെക്കുറിച്ചുള്ള ബോധ്യം, ഉൾക്കാഴ്ച അവന് കൊടുത്തു. ആ ലഭിച്ചു എന്നുള്ളതിന്റെ തെളിവ് 20-ാമത്തെ വാക്യത്തിലുണ്ട്. യേശു തന്നെ ദൈവപുത്രൻ എന്ന് പള്ളികളിൽ പ്രസംഗിച്ചു. യേശു തന്നെ ദൈവപുത്രൻ എന്ന് അവൻ പള്ളികളിൽ പ്രസംഗിച്ചു. അങ്ങനെ ശൗലിന്റെ ആദ്യ പ്രസംഗം, മാനസാന്തരപ്പെട്ട ശൗലിന്റെ കന്നിപ്രസംഗം എവിടെയായിരുന്നു? സിന്നഗോഗിലായിരുന്നു. എന്തായിരുന്നു പ്രസംഗ വിഷയം? യേശു ദൈവപുത്രനാണ് എന്ന് അവരുടെ മുൻപിൽ അവൻ തെളിയിച്ചു. യേശു സാക്ഷാൽ ദൈവപുത്രൻ തന്നെ. യേശു തന്നെ ദൈവപുത്രൻ. കർത്താവിനെ ക്രൂശിപ്പാനായി കൊണ്ടുപോയ പടയാളികൾക്ക് ചരിത്രരേഖകളുടെ ഒരു സംഭവം കടമെടുത്ത് ഞാൻ പറയട്ടെ. പടയാളികളിൽ ഒരുത്തൻ അവന്റെ വിലാപിന് കുത്തി. യേശുവിന്റെ രക്തം അവന്റെ കണ്ണിൽ വീണു. അവന് കാഴ്ച ലഭിച്ചു. അവർ പറഞ്ഞു, ഇവൻ സാക്ഷാൽ ദൈവപുത്രൻ തന്നെ. പീലാത്തോസിന്റെ അരമനയുടെ മുൻപിൽ അവനെ വിസ്തരിക്കാൻ നിർത്തിയപ്പോൾ അവന്റെ മേൽ കുറ്റം ചാർത്തപ്പെട്ടത് ഇവൻ ദൈവപുത്രൻ എന്ന് സ്വയം അവകാശപ്പെട്ടു എന്നുള്ളതാണ്. അതുകൊണ്ട് ഇവനെ ക്രൂശിക്കണം, ഇവൻ ദൈവനിഷേധിയ. പീലാത്തോസ് അവനോട് പലവട്ടം ചോദിച്ചു. യഹൂദാ ജനം അവനോട് വിളിച്ചു ചോദിച്ചു. അവനെതിരെ സാക്ഷ്യപ്പെടുത്തി. എന്തെല്ലാം സ്റ്റേറ്റ്മെന്റുകൾ കാണേണ്ടി വന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ട ഇത് സ്റ്റേറ്റ്മെന്റ്. ഇവൻ ദൈവപുത്രൻ എന്ന് അവകാശപ്പെടുന്നു. ആകയാൽ ആ ഒരു കാര്യത്തിന്റെ പേരിൽ ക്രൂശിച്ചു കൊന്ന ആ യേശു ദൈവത്തിന്റെ പുത്രൻ എന്ന് അവൻ പ്രസംഗം ആരംഭിച്ചു. യേശു ദൈവപുത്രനായ ക്രിസ്തുവാണെന്ന് അവരുടെ സിന്നഗോഗുകളിൽ പ്രസംഗിക്കാൻ ശൗൽ ഒട്ടും താമസിച്ചില്ല. ദൈവമക്കളെ, നമ്മൾ എത്രയോ കാലമായി സുവിശേഷം കേൾക്കുന്നു. എത്രയോ കാലങ്ങളായി ദൈവവചനം കേൾക്കുന്നു.
അനേകരുടെ പ്രസംഗങ്ങളും ക്ലാസ്സുകളും എഴുതി 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 എത്രയോ ഡയറികളും കുറിപ്പുകളും തീർന്നു. പക്ഷേ യേശു കർത്താവ് ദൈവപുത്രനാണെന്ന് സമർത്ഥിക്കാൻ വേണ്ട, യേശു എന്റെ രക്ഷകനാണെന്ന് സമർത്ഥിക്കാൻ വേണ്ട, യേശു എന്റെ സഹായകനാണെന്ന് സമ്മതിക്കാൻ അതും വേണ്ട, കർത്താവ് എന്നെ സൗഖ്യമാക്കിയവനാണെന്ന് സമർത്ഥിക്കാൻ വാ തുറക്കൂല. രക്ഷിക്കപ്പെട്ടൊരു ദൈവ പൈതലിന്റെ, യഥാർത്ഥത്തിൽ കർത്താവിനെ രക്ഷകനായി സ്വീകരിച്ച ഒരു വ്യക്തിയുടെ, അവനെങ്ങനെ യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചു എന്നുള്ളതിന്റെ തെളിവ് എന്താണെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? പ്രധാനവും പ്രഥമവുമായിട്ടുള്ള തെളിവ് അവനെ സാക്ഷ്യപ്പെടുത്തും. മറ്റുള്ളവരോട് യേശുവിനെ കുറിച്ച് പറയാനുള്ള വലിയ ആഗ്രഹം അവനുണ്ടാകും. അതാ അതിന്റെ തെളിവ്. ബാക്കിയുള്ളതൊക്കെ പോകാം. ചുമ്മാ ഇങ്ങനെ കൂട്ടത്തികളെ കയറി ഇറങ്ങി നടക്കാന്ന് മാത്രമേ ഉള്ളൂ. യേശു കർത്താവ് എന്റെ രക്ഷകനാണെന്ന് കൃത്യമായി മനസ്സിലാക്കുന്ന ഒരു വ്യക്തി അവന്റെ വീട്ടിൽ വരുന്നവരോടോ, അവൻ കാണാൻ ചെല്ലുന്നവരോടോ, വഴിയരികിൽ നിൽക്കുന്നവരോടോ, ബസ് സ്റ്റോപ്പിൽ കണ്ടുമുട്ടുന്നവരോടോ, യാത്രാവേളയിൽ കണ്ടുമുട്ടുന്നവരോടോ, ആരോടെങ്കിലും യേശു കർത്താവ് എന്ന ആ ജീവനുള്ള ദൈവത്തെ കുറിച്ച് പറയാൻ അവന്റെ മനസ്സങ്ങോട്ട് തുടിക്കും. അവന്റെ മനസ്സങ്ങ് തുടിക്കും ദൈവമക്കളെ. അതാണ് അതിന്റെ പ്രത്യേകത. പ്രൈസ് ദി ലോർഡ്. ഈ ഡിവൈസുകളിൽ ഇരിക്കുന്ന എന്റെ പ്രിയപ്പെട്ടവർ, നിങ്ങൾ നിങ്ങളെ തന്നെ പരിശോധിക്കേണ്ട കാലമായി. നമ്മൾ കേട്ടിട്ടുള്ളിടത്തോളം ദൈവവചനം, നമ്മൾ ദൈവത്തിൽ നിന്ന് പിടിച്ചു വാങ്ങിച്ചിട്ടുള്ളിടത്തോളം സംഭവങ്ങൾ, കാര്യങ്ങൾ എന്തുമാത്രം ദൈവം നമ്മളോട് കരുണ തോന്നി എന്തുമാത്രം നമുക്ക് തന്നു. ഇന്ന് വരെ മറ്റുള്ളവരോട് യേശു എനിക്ക് നല്ലവനാ, നിനക്കും നല്ലവനാണെന്ന് പറയാത്തവർ ഈ ഡിവൈസിൽ ഇരിപ്പുണ്ടെങ്കിൽ അവർ ലജ്ജിക്കേണ്ടതിന് വേണ്ടി യേശുവിന്റെ നാമത്തിൽ ഞാൻ പറയാ, സഹോദരി സഹോദര, തിരുത്തണം. നിന്റെ ഉള്ളിൽ ജീവനുള്ള ഒരു കർത്താവ് ജീവിക്കുന്നെങ്കിൽ വാ തുറന്ന് പറയണം, എന്റെ യേശു എന്റെ രക്ഷകനാണ്, എന്റെ യേശു എന്നെ വീണ്ടെടുത്തവനാണ്, എന്റെ യേശു എന്നെ സ്നേഹിച്ചവനാണ്. അത് പറയാനുള്ള ആ വെമ്പൽ, അത് പറയാനുള്ള ഹൃദയത്തിന്റെ വാഞ്ച നമ്മുടെ ഹൃദയത്തിൽ ഇല്ലെങ്കിൽ ഇപ്പോഴും കർത്താവ് ആഗ്രഹിക്കുന്ന ലെവലിൽ നമ്മൾ എത്തിച്ചേർന്നിട്ടില്ല എന്നതാണ് വസ്തുത. ചിന്തിക്കാൻ കഴിയുമെങ്കിൽ ചിന്തിച്ചോ, തിരുത്താൻ കഴിയുമെങ്കിൽ തിരുത്തിക്കോ, മാറ്റം വരുത്താൻ കഴിയുമെങ്കിൽ മാറ്റം വരുത്തിക്കോ. യേശു എന്റെ ഹൃദയത്തിൽ ജീവിക്കണം. പ്രൈസ് ദി ലോർഡ്. യേശു എന്റെ ഹൃദയത്തിൽ വാഴണം. യേശു കർത്താവ് എന്റെ ഹൃദയത്തിൽ നാഥനും കർത്താവുമാകണം. എങ്ങനെയാണ് ഒരു മനുഷ്യൻ രക്ഷിക്കപ്പെടുന്നതിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്? റോമാലേഖനത്തിൽ കർത്താവ് എന്റെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു എന്നും അവൻ അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നു എന്നും ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വാ കൊണ്ട് ഏറ്റുപറയുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. രക്ഷിക്കപ്പെട്ട ഒരു ദൈവപൈതന്റെ അടയാളം അതാണ്.
ബാഹ്യമായ ലക്ഷണങ്ങളൊന്നുമല്ല. യേശുവിനെ കുറിച്ച് മറ്റുള്ളവരോട് പറയാൻ ഒരു വലിയ ആഗ്രഹമുണ്ടാകും. തൻ്റെ മതമായ യഹൂദ മതം വിട്ട് ആര് യഹൂദ മതം വിട്ടു മാറിയാലും അവരോട് വ്യക്തശത്രുത പുലർത്തിയിരുന്നതിനാൽ യഹൂദന്മാരോട് പ്രസംഗിക്കുന്നത് അവന് പ്രയാസമായ കാര്യമായിരുന്നു. കാരണം അവരുടെ നടുവിൽ നിന്നാണ് ഇവന് ഈ മാറ്റം സംഭവിച്ചത്. അത് നിസ്സാരക്കാരനാണ്. അവരിൽ ഒരു പ്രമാണിയാണ് മാറിയിരിക്കുന്നത്. അവൻ ചെന്ന് യഹൂദന്മാരോട് തന്നെ സിനഗോഗുകളിൽ പ്രസംഗിക്കുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമായിരുന്നില്ല. കഠിനമായ കാര്യമായിരുന്നു. പക്ഷെ അവനത് ഏറ്റെടുത്തു. അതൊരു ത്യാഗമായിട്ട് അവൻ ഏറ്റെടുത്തു. അത് പറയാൻ അവന് ലെവലേശം ലജ്ജയുണ്ടായിരുന്നില്ല. അവൻ അറിഞ്ഞ സത്യം വിളിച്ചു പറയാൻ അവന് ലെവലേശം ലജ്ജയുണ്ടായിരുന്നില്ലെന്ന് തന്നെയല്ല, ഭയവും ഉണ്ടായിരുന്നില്ല. ലജ്ജയും ഭയവുമാണ് നമ്മൾ സുവിശേഷ വേല ചെയ്യുന്നതിന്റെ എതിരായി നിൽക്കുന്ന രണ്ട് ശത്രുക്കൾ. ലജ്ജയും ഭയവും. പക്ഷെ മാനസാന്തരപ്പെട്ട് യഥാർത്ഥമായി ദൈവസ്നേഹത്തിലേക്ക് ഒരു വ്യക്തി വരുമ്പോൾ ഈ ചെതുമ്പൽ താഴെ വീഴും. ഇപ്പൊ മനസ്സിലായി കാണും. താഴെ വീണ ചെതമ്പലുകളിൽ രണ്ടെണ്ണം ഇതായിരുന്നു. ലജ്ജ പോയി, അവന്റെ ഭയം പോയി. ഡമസ്കോസിലെ വിശ്വാസികളുടെ കൂടെ കുറെ കാലം പാർത്തതോടുകൂടി അവന്റെ ഉള്ളിൽ കർത്താവിനോടുള്ള സ്നേഹം വർദ്ധിച്ചു. കർത്താവിനെ പ്രസംഗിപ്പാനുള്ള ധൈര്യം കേറി വന്നു. ലജ്ജ വഴിമാറി. തന്റെ എതിർഭാഗത്തുള്ള തന്നെ എതിർക്കുന്നവരോട് പറയാൻ, അതാണ് അതിന്റെ കാര്യം. തന്നെ എതിർക്കുന്നവരോട് പറയാൻ. ഇതാണ് പരിശുദ്ധാത്മ നിറവിന്റെ പ്രത്യേകതയും ഗുണവും. അപ്പൊ എന്തുകൊണ്ടാണ് നമ്മൾ ഇതുവരെയും വാ തുറക്കാത്തത്, ലജ്ജിക്കുന്നത്, ഭയപ്പെടുന്നത് എന്തെന്ന് ചോദിച്ചാൽ, നമ്മൾ ദൈവാത്മാവിൽ നിറയാത്തത് കൊണ്ടാണ് ലജ്ജയും ഭയവും ദൈവമക്കളായ നമ്മളെ വേട്ടയാടുന്നത്. എന്തുകൊണ്ടാണ് എനിക്ക് യേശുവിനെ കുറിച്ച് പറയാൻ ലജ്ജയും ഭയവും എന്നെ പിന്തുടരുന്നത്? ഉത്തരം, പരിശുദ്ധാത്മാവിൽ ഞാൻ നിറയാത്തതാണ് അതിന്റെ കാരണം. അങ്ങനെ ദമസ്കോസിൽ ശൗവൽ തന്റെ ഒന്നാം പ്രസംഗം നിർഭയമായി അവൻ നടത്തി. എന്തായിരുന്നു പൗലോസിന്റെ പ്രസംഗ വിഷയം? യേശു തന്നെ ദൈവപുത്രനെന്ന് അവൻ തെളിയിച്ചു. യേശുവിനെ പൗലോസ് പല നിലയിൽ പ്രസംഗിച്ചു. യേശുവിനെ ഉയർത്തിയ പൗലോസിന്റെ പ്രസംഗത്തിൽ പ്രധാനമായും 5 വിഷയങ്ങളാണ് ഉണ്ടായിരുന്നത്. പൗലോസിന്റെ പ്രസംഗങ്ങൾ നാം ശ്രദ്ധിച്ചാൽ അതിലെല്ലാം പ്രധാനമായും 5 ടോപ്പിക്സ് ഉണ്ടായിരുന്നു. ഒന്ന്, മാനസാന്തരപ്പെട്ട് തിരിയണം എന്നതാണ്.
മാനസാന്തരപ്പെടണമെന്നുള്ളതാണ്. കർത്താവിനെ കുറിച്ച് പ്രസംഗിച്ച പത്രോസ്, കർത്താവിനെ കുറിച്ച് പ്രസംഗിച്ച ശിഷ്യന്മാരെല്ലാവരും യേശുവിനെ ഉയർത്തണമെങ്കിൽ അതിനകത്ത് ഒരു വിഷയം മാനസാന്തരപ്പെട്ട് തിരിയണം എന്നുള്ളതാണ്. 3-ാം അധ്യായത്തിന്റെ 19-ാമത്തെ വാക്യം ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാം. 3-ാം അധ്യായത്തിന്റെ 19-ാമത്തെ വാക്യം ഇങ്ങനെയാണ്: ആകയാൽ നിങ്ങളുടെ പാപങ്ങൾ മാഞ്ഞു കിട്ടേണ്ടതിന് മാനസാന്തരപ്പെട്ടു തിരിഞ്ഞുകൊള്ളുവീൻ. ഇത് യേശുവിനെ ഉയർത്തുന്ന പ്രസംഗത്തിന്റെ ഒരു പാരഗ്രാഫാണ്. മനം തിരിയണം, മാനസാന്തരപ്പെടണം. മാനസാന്തരപ്പെടണം. മാനസാന്തരപ്പെട്ടില്ല എങ്കിൽ ആ കാരണം കൊണ്ട് തന്നെ നശിച്ചു പോകും. നമ്മൾ കാണുന്നവരും നമ്മൾ കണ്ടുമുട്ടുന്നവരും നമ്മൾ സ്നേഹിക്കുന്നവരും നശിച്ചു പോകരുത് എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവരോട് പറയണം, പൊന്നു സുഹൃത്തേ, ഇങ്ങനെ പോയാൽ നശിച്ചു പോകും. മാനസാന്തരപ്പെട്ടില്ല എങ്കിൽ നശിച്ചു പോകും. മാനസാന്തരം, അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ വിഷയം എന്താണ്? 4:33 വാക്യത്തില് മറ്റൊരു ടോപ്പിക് ഉണ്ട്. അപ്പോസ്തലന്മാർ മഹാശക്തിയോടെ കർത്താവായ യേശുവിന്റെ പുനരുത്ഥാനത്തിന് സാക്ഷ്യം പറഞ്ഞു വന്നു. രണ്ടാമത്തെ കാര്യം എന്താണ്? യേശുക്രിസ്തു മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്നുള്ളതാണ്. യേശുക്രിസ്തുവിന്റെ ഉയർപ്പാണ് രണ്ടാമത്തെ വിഷയം. ഒന്ന്, ജനം മാനസാന്തരപ്പെടണം. 2, ഉലക മഹാന്മാരുടെയും യഹൂദ പ്രമാണിമാരുടെയും യഹൂദ പ്രഭുക്കന്മാരുടെയും യഹൂദ പുരോഹിതന്മാരുടെയും കല്ലറകളെല്ലാം അടഞ്ഞു കിടക്കുമ്പോൾ ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശു കർത്താവിന്റെ കല്ലറ ശൂന്യമാണ്. ഇന്നും ആ കല്ലറയുടെ കവാടത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്, അവനിവിടെയില്ല. ഇത് കാണുമ്പോൾ യഹൂദന്റെ ചങ്ക് പിളരും. അവനിവിടെയില്ല, ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. അവൻ ഉയർത്തെഴുന്നേറ്റില്ലെങ്കിൽ നമ്മുടെ ക്ലാസ് വ്യർത്ഥം, നമ്മുടെ കേൾവി വ്യർത്ഥം, നമ്മുടെ പ്രസംഗവും വ്യർത്ഥം. അതുകൊണ്ട് ഉയർത്തെഴുന്നേറ്റ കർത്താവാണ് നമ്മുടെ പ്രസംഗ വിഷയം. ദൈവത്തിന് സ്തോത്രം. പത്രോസ് അതും നന്നായി പ്രസംഗിച്ചു. പൗലോസ് അത് മാതൃകയായിട്ട് ഏറ്റെടുത്തു. യേശുവിന്റെ പുനരുത്ഥാനം. മൂന്നാമത്തെ പ്രസംഗം, മൂന്നാമത്തെ വിഷയം നമ്മൾ ആദ്യമേ ചിന്തിച്ചതാണ്. യേശു ദൈവപുത്രൻ എന്ന നിലയിൽ 9-ാം അധ്യായം 20-ാമത്തെ വാക്യം വായിക്കുമ്പോൾ നമുക്കത് കാണാം. യേശു തന്നെ
ദൈവപുത്രൻ എന്ന് പള്ളികളിലെല്ലാം പ്രസംഗിച്ചു. യേശു തന്നെയാണ് ദൈവപുത്രൻ. ഒന്ന് യോഹന്നാന്റെ ലേഖനം 4:14 ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാം. പിതാവ് പുത്രനെ ലോകരക്ഷിതാവായിട്ട് അയച്ചിരിക്കുന്നു എന്ന് ഞങ്ങൾ കണ്ടു, സാക്ഷ്യം പറയുന്നു. യേശു ദൈവപുത്രൻ എന്ന് സ്വീകരിക്കുന്നവനിൽ ദൈവവും അവൻ ദൈവത്തിലും വസിക്കുന്നു. യേശു ദൈവത്തിന്റെ പുത്രനാണ് എന്ന് വിശ്വസിക്കുന്നവനിൽ ദൈവം വസിക്കുന്നു. അവനിൽ ദൈവത്തിന്റെ ആത്മാവ് വസിക്കുന്നു. അതൊരു പ്രധാനപ്പെട്ട ഘടകം. ദൈവമല്ല എന്നും പറയുന്നവൻ, ദൈവവചനത്തിന്റെ ഭാഷയിൽ പറഞ്ഞാൽ അവന് വീട്ടിൽ പോലും കയറ്റരുതെന്നാണ്. അവന് കസേര വരിച്ചിട്ട് കൊടുത്ത് ചായയും കൊടുത്ത് നാരങ്ങാ വെള്ളവും കൊടുത്ത് സൽക്കരിക്കാൻ ഇരിക്കരുത്. എന്റെ യേശു, നമ്മുടെ കർത്താവ് ദൈവമല്ല എന്ന് പഠിപ്പിക്കുന്ന വൃന്ദത്തെ, പഠിപ്പിക്കുന്ന വ്യക്തിയെ ദൈവവും പുത്രനും സമനല്ല എന്ന് പഠിപ്പിക്കുന്ന വ്യക്തിയെയും സമൂഹത്തെയും നമ്മൾ നമ്മിൽ നിന്ന് ദൂരെ നിർത്തിക്കൊള്ളണം. അത് ദുരുപദേശമാണ്. അത് സത്യോപദേശമല്ല, പഥ്യോപദേശവുമല്ല. അപ്പൊ യേശു ദൈവപുത്രൻ എന്ന് പൗലോസ് അതിശക്തമായി തെളിയിച്ചു. നാലാമത്തേത്, പത്താം അധ്യായത്തിന്റെ 35-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ, ഏത് ജാതിയിലും അവനെ ഭയപ്പെട്ട് നീതി പ്രവർത്തിക്കുന്നവനെ അവൻ അംഗീകരിക്കുന്നു എന്നും ഞാൻ ഇപ്പോൾ യഥാർത്ഥമായി ഗ്രഹിക്കുന്നു. അവൻ എല്ലാവരുടെയും കർത്താവായ യേശുക്രിസ്തു മൂലം സമാധാനം സുവിശേഷിച്ചുകൊണ്ട് പോവാൻ. അപ്പോ അവിടെ പറയുന്നത് കർത്താവായ യേശുക്രിസ്തു മൂലമുള്ള സമാധാനം. പൗലോസിന്റെ 4-ാമത്തെ പ്രസംഗ വിഷയം ഇതാണ്: യേശുക്രിസ്തു മൂലമുള്ള സമാധാനം. യേശുക്രിസ്തു മൂലമുള്ള സമാധാനത്തിന്റെ മഹത്വം കഷ്ടതകൾക്കകത്തും സ്വസ്ഥതയുണ്ടെന്നുള്ളതാണ്. ദൈവത്തിന് സ്തോത്രം. തീവ്രമായ ദുഃഖങ്ങൾക്കകത്തും സമാശ്വാസമുണ്ട് എന്നുള്ളതാണ്. ദൈവം തരുന്നൊരു സമാധാനവും ഒരാശ്വാസവുമുണ്ട് ദൈവമക്കളെ. കഷ്ടതയില്ലാത്തപ്പോൾ ലഭിക്കുന്നതല്ല യഥാർത്ഥ സമാധാനം. കഷ്ടതകൾക്കകത്തും സമാധാനവും സമചിത്തതയും പാലിക്കുന്നതാണ് ദൈവിക സമാധാനം. സമൃദ്ധമായ ആരോഗ്യം, നല്ല ജീവിത പങ്കാളി, നല്ല മക്കൾ, ഇതൊക്കെ സമാധാനം തരുന്ന ഘടകവുമാണ്. പക്ഷേ ഈ സമാധാനം ക്ഷിപ്രവേഗത്തിൽ മാറിപ്പോകും. ക്ഷിപ്രവേഗത്തിൽ മാറിപ്പോകും ദൈവമക്കളെ. എത്രയോ പെട്ടെന്ന്
മൺമറിഞ്ഞു പോകുന്നതാണ് ഈ സമാധാനം. എന്നാൽ ദൈവം തരുന്ന സമാധാനം അതാർക്കും എടുത്തു കളയാൻ കഴിയില്ല. കടബാധ്യതകൾ ഉണ്ടെങ്കിലും സ്തോത്രം പറയും. ശരീരം മുഴുവൻ രോഗം കൊണ്ട് നിറഞ്ഞിട്ടുണ്ടെങ്കിലും മരിച്ചു പോകുമെന്ന് മറ്റുള്ളവർ പറഞ്ഞാലും അവന്റെ ഹൃദയത്തിൽ സമാധാനവും സന്തോഷവും ഉണ്ടായിരിക്കും. മുഴുവൻ കടബാധ്യതയാണെങ്കിലും സമാധാനത്തോടെ കിടന്നുറങ്ങും. അതാണ് ദൈവം തരുന്ന സമാധാനം. ഓരോരോ കാര്യങ്ങളും കാരണങ്ങളും പറഞ്ഞ് പദം പറഞ്ഞും പരിഭവം പറഞ്ഞും നമ്മളെ വിട്ട് പടിയിറങ്ങിപ്പോകുമ്പോൾ ഒരു ദൈവ പൈതൽ സമാധാനം അനുഭവിക്കും. അതാണ് ദൈവം തരുന്ന സമാധാനം. ഈ ഡിവൈസിലിരിക്കുന്ന ദൈവമക്കളെ, നമ്മൾ അനുഭവിക്കുന്ന ഏതെങ്കിലും പ്രതിസന്ധികളുടെ നടുവിൽ തളർന്നു പോകാറുണ്ടോ? ക്ഷീണം തോന്നാറുണ്ടോ? സ്വയം പദം പറഞ്ഞ് തളർന്നു പോകുന്നു? പാടില്ല, പാടില്ല. ദൈവാത്മാവ് വളരെ കൃത്യമായി പറയുന്നു, എന്തെല്ലാം എനിക്ക് നഷ്ടപ്പെട്ടാലും, പ്രൈസ് ദി ലോർഡ്, ആരെല്ലാം എനിക്ക് നഷ്ടപ്പെട്ടാലും എന്റെ ഹൃദയത്തിൽ നിറഞ്ഞു കവിയുന്ന ഒരു സമാധാനമുണ്ട്. അത് എന്റെ യേശു എനിക്ക് തന്നതാണ്. അതാർക്കും എടുക്കാൻ കഴിയില്ല. നമ്മളെ കുത്തി കീറിയാൽ പോലും അത് ഉള്ളിൽ നിന്ന് എടുത്തു കളയാൻ ഒരു ശക്തിക്കും കഴിയില്ല. ഒരു ശക്തിക്കും. ഞാൻ രാവിലെ മിഷണറിമാരുടെ ഓൺലൈൻ പ്രഭാത കൂട്ടായ്മയ്ക്ക് കേൾക്കുമ്പോൾ അവരുടെ സാക്ഷ്യം ഞാൻ എന്നും പതിവായിട്ട് കേൾക്കും. സാക്ഷ്യം കേട്ട് ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കും. അവർ അനുഭവിക്കുന്ന ദുഃഖങ്ങളും ദുരിതങ്ങളും പീഡകളും, ഭാര്യയെയും മക്കളെയും പിടിച്ചുകൊണ്ട് വീട് വിട്ട് യേശുവിന്റെ നാമത്തെ പ്രതി സ്വന്തം വീട് വിട്ട് ഇറങ്ങി ഓടുന്ന രംഗം കേൾക്കുമ്പോൾ മനസ്സ് അറിയാതെ വേദനിച്ചു പോകും. പക്ഷെ രാവിലെ 5:30 എഴുന്നേറ്റ് യേശുവിന്റെ സമാധാനം എന്ന് പറഞ്ഞ് സാക്ഷ്യം പറയുമ്പോ നമ്മളെ പോലെ മതിലിന്മേൽ കുരുത്ത പാരമ്പര്യങ്ങളൊന്നും അവർക്കില്ല. ഒരു വിശ്വാസവും ഉണ്ടായിരുന്നില്ല. അന്ധവിശ്വാസങ്ങളുടെയും അനാചാരങ്ങളുടെയും ഈറ്റില്ലമായി കിടന്നിരുന്നവർ യേശുവിനെ ഹൃദയത്തിലേറ്റി, നെഞ്ചിലേറ്റി. ട്രെയിനിലും ബസ്സിലും ജനത്തിരക്കുള്ളിടത്തും മോഷണം കുലത്തൊഴിലായി സ്വീകരിച്ച ആളുകൾ തിങ്ങിപ്പാർക്കുന്ന ഒരു ഗ്രാമമുണ്ട്. ആ ഗ്രാമത്തിൽ നമ്മളൊരു ശുശ്രൂഷ ചെയ്യുന്നുണ്ട്. അവരിൽ നിന്ന് തന്നെ വിശ്വാസത്തിൽ വന്ന ഒരാളാണ് അവിടെ കർത്താവിന്റെ വേല ചെയ്യുന്നത്. ദൈവമക്കളെ, കർത്താവ് തരുന്ന സമാധാനം അനുഭവിച്ചില്ലെങ്കിൽ മരുഭൂമിയാണ് ഈ ജീവിതം. എന്തെങ്കിലും വരുമ്പോഴേക്കും, ഒരു ചെറിയൊരു പനി വരുമ്പോഴേക്കും, ഒരു തൊണ്ടവേദന വരുമ്പോഴേക്കും, കാലിലൊരു മുഴ കാണുമ്പോഴേക്കും, കുഞ്ചിയിലൊരു തടിപ്പ് കാണുമ്പോഴേക്കും, ബ്രസ്റ്റിന്റെ താഴെ ഒരു ഗ്രോത്ത് കാണുമ്പോഴേക്കും പിടിച്ച കമ്പിൽ നിന്ന് പിടിവിടരുത്,
യേശു എന്റെ സമാധാനം, യേശു എന്റെ സമാധാനം. ഇന്ന് അനുഭവിക്കുന്ന ഒരു സമൃദ്ധി കണ്ടും പെരുവിരൽ കുത്തി പൊങ്ങരുത് കേട്ടോ. ഇന്ന് അനുഭവിക്കുന്ന ഒരു സമൃദ്ധി കണ്ടും അഹങ്കരിക്കണ്ട കേട്ടോ. ഒരു നിമിഷം മതി നമ്മൾ ശൂന്യവൽക്കരിക്കപ്പെടാൻ. അതുകൊണ്ട് കർത്താവിന്റെ സമാധാനം നമുക്ക് സമൃദ്ധിയിൽ നിന്ന് സമൃദ്ധിയിലേക്ക് നീങ്ങാൻ എളുപ്പമാണ്. നമ്മൾ ആഗ്രഹിക്കുന്നതും അത് തന്നെയാണ്. സമൃദ്ധിയിൽ നിന്ന് സമൃദ്ധിയിലേക്ക്. എന്നാൽ സമൃദ്ധിയിൽ ഇരിക്കുന്ന ഒരാൾക്ക് താഴോട്ടിറങ്ങി വരാൻ അവന്റെ ഈഗോ അവനെ സമ്മതിക്കുമോ എനിക്കറിയില്ല. ഞാൻ ഒരു പക്ഷെ പറഞ്ഞ് നിങ്ങൾ കേട്ടിരിക്കും. ഒരു വലിയ ടയർ കമ്പനി, അപ്പോളോ ടയേഴ്സ്, അതിന്റെ ഏറ്റവും വലിയ നോർത്ത് ഇന്ത്യയുടെ മുഴുവൻ അധികാരിയായിരുന്ന ഒരു മനുഷ്യൻ ഹൈദരാബാദിൽ 1 ഏക്കർ സ്ഥലത്ത് വലിയൊരു വീട് വെച്ച് കമ്പനി എല്ലാം ചെയ്തു കൊടുത്ത് അവൻ അതിനകത്ത് സുഖമേന വാഴുന്നു. അവനാണ് ആ കമ്പനിയുടെ ഏറ്റവും വലിയ അധികാരി. നോർത്ത് സോണിന്റെ മുഴുവൻ ചാർജ്, ഫ്ലൈറ്റ് ടു ഫ്ലൈറ്റ്, എന്നും യാത്ര. ഒരു ദിവസം അവൻ അവന്റെ ഓഫീസിൽ വരുമ്പോൾ അവനെ കമ്പനിയിൽ നിന്ന് പിരിച്ചുവിട്ട ലെറ്റർ മേശപ്പുറത്തിരിക്കുകയാണ്. അവനെ വിട്ടു. അവനത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അവൻ ഉപയോഗിക്കുന്ന എല്ലാം കമ്പനി വകയാണ്. അതുകൊണ്ട് അവൻ അവിടെ നിന്ന് പോരാൻ ഒന്നും എടുക്കേണ്ടി വന്നില്ല. അവനവന്റെ ഭാര്യയെയും മക്കളെയും കൂട്ടി നാട്ടിലേക്ക് പോന്നു, കേരളത്തിലേക്ക്. ഞാൻ പറഞ്ഞു നിങ്ങൾ കേട്ടിരിക്കും. നാട്ടിൽ വന്ന് 2 വീലറിന്റെ ഒരു സ്പെയർ പാർട്സ് കട തുടങ്ങി. എന്നെ വിളിക്കുമ്പോ ചേതക്ക് സ്കൂട്ടറിൽ വീട്ടിലേക്ക് പോകുകയും വീട്ടിൽ നിന്ന് വരികയും ചെയ്യുന്ന ആ താഴ്ന്ന ലെവലിലേക്ക് അവൻ ഇറങ്ങിപ്പോയി. എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, സാറേ, കീഴോട്ടിറങ്ങാൻ പാടാണ് സാറേ, താഴോട്ടിറങ്ങി വരാൻ വയ്യ സാറേ. പക്ഷെ എന്റെ ഹൃദയത്തിൽ കർത്താവ് ജീവിക്കുന്നു എന്നുള്ളത് കൊണ്ട് ഇന്നുള്ളത് നാളെ ഇല്ലാതാകും, ഇന്നില്ലാത്തത് നാളെ സമൃദ്ധമായി തരും. പൗലോസിന്റെ ഒരു വാക്കുണ്ട്, സമൃദ്ധിയിൽ ഇരിപ്പാനും എനിക്കറിയാം, ദരിദ്രനായിട്ടിരിക്കാനും എനിക്കറിയാം. നമുക്കൊക്കെ എന്തൊരു ഈഗോയാണെന്നറിയാമോ? ദൈവമക്കളെ, എനിക്കെന്റെ ദൈവം ഏതാണോ അലോട്ട് ചെയ്യുന്നത് അത് ഏറ്റെടുക്കണം. സമൃദ്ധിയിൽ മാത്രമല്ല ദൈവം നമ്മളെ പഠിപ്പിക്കുന്നത്, ശൂന്യതയിലും ദൈവം നമ്മളെ പഠിപ്പിക്കും. എന്നെ സാമ്പത്തിക അച്ചടക്കം പഠിപ്പിച്ചത് ഞാൻ ജീവിച്ചു വന്ന ദരിദ്രമായ ജീവിത ചുറ്റുപാടാണ്. എന്റെ മക്കൾ ആർഭാടമായി ജീവിക്കാൻ പഠിക്കാതെ
ഉള്ളത് കൊണ്ട് സമർത്ഥമായി ജീവിക്കാൻ പഠിച്ചത് ഞാൻ അനുഭവിച്ച സാമ്പത്തിക ഞെരുക്കങ്ങൾ നിമിത്തമാണ്. നമ്മളുടെ സാഹചര്യങ്ങൾ ഏറ്റവും വലിയൊരു അധ്യാപകനാണ്. ഓർത്തോ, അതിൻ്റെ നടുവിലും എനിക്ക് സമാധാനം തരുന്ന ഒരു യേശു അപ്പച്ചൻ എനിക്കുണ്ട്. അതാണ് പൗലോസിന്റെ പ്രസംഗം, കർത്താവിന്റെ സമാധാനം. ഈ സമാധാനത്തിന്റെ സന്ദേശമാണ് നമ്മുടെ ജീവിതത്തെ രൂപപ്പെടുത്തുന്നത്. 5-ാമത്തെ കാര്യം പറയട്ടെ. 13-ാം അധ്യായത്തിന്റെ 38-39 വാക്യം ഇങ്ങനെയാണ്: ഇവൻ മൂലം നിങ്ങളോട് പാപമോചനം അറിയിക്കുന്നു എന്നും മോശയുടെ ന്യായപ്രമാണത്താൽ നിങ്ങൾക്ക് നീതീകരണം വരുവാൻ കഴിയാത്ത സാഗരത്തിൽ നിന്നും വിശ്വസിക്കുന്ന ഏവനും ഇവനാൽ നീതീകരിക്കപ്പെടുന്നു എന്നും നിങ്ങൾ അറിഞ്ഞുകൊള്ളുവീൻ. എന്താണ് 5-ാമത്തെ വിഷയം? യേശുക്രിസ്തു മൂലം പാപമോചനവും നീതീകരണവും ലഭിക്കുന്നു എന്നതാണ്. പ്രൈസ് ദി ലോർഡ്. യേശുക്രിസ്തു മൂലം പാപമോചനവും നീതീകരണവും നമുക്ക് സാധ്യമാകുന്നു. പാപമോചനം ഒരിക്കലായിട്ടല്ല. എപ്പോഴെല്ലാം പാപബോധം ഉണ്ടാകുന്നുവോ അപ്പോഴെല്ലാം പാപമോചനം തരും. പാപമോചനം തരുന്നത് ഒരു വ്യക്തിയല്ല. പാപമോചനം തരാൻ കഴിവുള്ളവൻ പാപമില്ലാതെ ജനിച്ച് പാപമില്ലാതെ ജീവിച്ച് പാപം കൂടാതെ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്ന യേശു എന്ന ശ്രേഷ്ഠ മഹാപുരോഹിതനായ കർത്താവിനും മാത്രമാണ് പാപമോചനം തരാൻ കഴിയൂ. പ്രൈസ് ദി ലോർഡ്. പാപമോചനം തരാൻ ഈ ലോകത്ത് ആർക്കും കഴിയില്ല. പാപമോചനത്തിന്റെ പ്രാർത്ഥന എനിക്കും നിങ്ങൾക്കും ചൊല്ലാൻ കഴിയും. പക്ഷേ മോചനം തരുന്നത് കർത്താവാണ്. നീതീകരണം അതൊരിക്കലും ഒരു മനുഷ്യന് തരാൻ കഴിയില്ല. നീതീകരണം ഒരിക്കൽ മാത്രമാണ്. നീതീകരണത്തിന്റെ മറ്റൊരു പേര് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അതിന്റെ പേരാണ് രക്ഷ. നീതീകരണവും രക്ഷയും. എന്നാണ് നമുക്ക് നീതീകരണം ലഭിച്ചത് എന്ന് ചോദിച്ചാൽ, എന്നാണ് രക്ഷ ദൈവം എനിക്ക് തന്നത് എന്ന് ചോദിച്ചാൽ, അമ്മയുടെ ഗർഭപാത്രത്തിൽ വെച്ച് 2 ജീനുക്കളെ തമ്മിൽ ഒന്നിപ്പിച്ചപ്പോൾ, ജീവൻ ലഭിച്ചപ്പോൾ, ജീവൻ നഷ്ടപ്പെടാനുള്ള സാധ്യതയുമുണ്ട്, അഥവാ മരിക്കാനും സാധ്യതയുണ്ടെന്ന് അറിഞ്ഞ ദൈവം കരുണതോന്നി നിത്യത തരേണ്ടതിന് അവൻ സൗജന്യമായി തന്നതാണ് നീതീകരണം. റോമർ 5:18 ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ള വാക്യമാണ്. ഏകന്റെ ലംഘനത്താൽ സകല മനുഷ്യരിലും ശിക്ഷാവിധി പകർന്നതുപോലെ ഏകന്റെ അനുസരണത്താൽ എല്ലാവരിലേക്കും നീതീകരണവും വന്നു. മനുഷ്യനായി ഈ ഉലകിൽ ജനിച്ചു വീഴുന്ന സകലർക്കും മുഖപക്ഷമില്ലാതെ കർത്താവ് ദാനമായി നൽകുന്നതാണ് രക്ഷ. തിന്മ തള്ളി നന്മ തിരഞ്ഞെടുക്കാൻ പ്രായമാകുമ്പോൾ അവന്റെ സ്വാതന്ത്ര്യം ഉപയോഗിച്ച് അവനത് തള്ളുകയോ കൊള്ളുകയോ എന്തു വേണേലും ചെയ്യാം. പക്ഷെ ദൈവം അവന് ദാനമായി നൽകിയതാണ്. ഈ രക്ഷയും അഥവാ ഈ നീതീകരണവും ഈ പാപമോചനവും പൗലോസിന്റെ പ്രസംഗത്തിലുണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. പൗലോസിന്റെ ദമസ്കോസിലെ പ്രസംഗം മാത്രമല്ല,
പൗലോസിന്റെ പ്രധാനപ്പെട്ട 3 പ്രസംഗങ്ങളുണ്ട്, തന്റെ സാക്ഷ്യം ഉൾപ്പെടെയുള്ളത്. ആ പ്രസംഗത്തിലെല്ലാം പൗലോസ് അണ്ടർലൈൻ ചെയ്ത് പറഞ്ഞത് ഈ 5 കാര്യങ്ങളാണ്. 1, മാനസാന്തരപ്പെട്ട് തിരിയണം. 2, യേശുക്രിസ്തുവിന്റെ പുനരുത്ഥാനം, അവൻ പുനരുത്ഥാനം ചെയ്തിരിക്കുന്നു. 3, യേശുക്രിസ്തു ദൈവപുത്രനാണ് എന്ന്. 4, യേശുക്രിസ്തു നമുക്ക് സമാധാനം ഉണ്ടാക്കി. 5, അവൻ മൂലം പാപമോചനവും നീതീകരണവും നമുക്ക് സാധ്യമാക്കി. ദൈവത്തിന് സ്തോത്രം. ആകയാൽ ഞാനും നിങ്ങളും മാനസാന്തരപ്പെട്ട, രക്ഷിക്കപ്പെട്ട, രക്ഷാനിർണയം പ്രാപിച്ച ഒരു ദൈവ പൈതലിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണം അവനെ കുറിച്ച് അറിയാത്തവരുടെ നടുവിലേക്ക് ഇറങ്ങിച്ചെന്ന് സാക്ഷ്യപ്പെടുത്താനുള്ള ഹൃദയത്തിന്റെ ദാഹം. അതുണ്ടോ? നിന്റെ ഹൃദയത്തിൽ കർത്താവ് ജീവിക്കുന്നു. ദൈവമക്കളെ, യേശു ഉള്ളിൽ ജനിച്ചിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരോട് യേശുവിനെ കുറിച്ച് പറഞ്ഞേ പറ്റൂ, പറയാതിരിക്കില്ല. അതാണ് അവനുള്ളിലുണ്ടെന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവ്. ഞാൻ നിങ്ങളെ യേശുവിന്റെ നാമത്തിൽ നിങ്ങളെ ഞാൻ ചലഞ്ച് ചെയ്യാണ്. ആ ശുശ്രൂഷ നിങ്ങൾ ചെയ്തിട്ടേ മരിക്കാവൂ. ആ ശുശ്രൂഷ ചെയ്തിട്ടേ മരിക്കാവൂ. കണ്ണടയും മുമ്പ് എൻ്റെ കർത്താവിനെ പ്രസാദിപ്പിക്കുന്ന ഒരു ഭക്തനായി അവന്റെ ശുശ്രൂഷ ചെയ്തിട്ടേ ഞാൻ പോകൂ. കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഇന്ന് രാത്രി ഞങ്ങളെ കേൾപ്പിച്ച സന്ദേശത്തിനായി സ്തോത്രം. ഞങ്ങൾക്ക് പറഞ്ഞു തന്ന ആലോചനയ്ക്കായി സ്തോത്രം. ആത്മാക്കൾക്ക് വേണ്ടി ദാഹമുള്ള ഒരു ഹൃദയം ഞങ്ങൾക്ക് തായോ. നിന്റെ നാമത്താലും നിന്റെ വചനത്താലും ഞങ്ങളുടെ സ്വഭാവത്തിനും ഞങ്ങളുടെ ജീവിതത്തിനും മാറ്റം വന്നതിനാൽ എത്രയും വേഗം മറ്റുള്ളവരോട് നിന്നെക്കുറിച്ച് പറയാൻ എന്നെ ആത്മാവിൽ ശക്തിപ്പെടുത്തി അയക്കണമേ. നീ എത്ര കാലം മുന്നിലുണ്ടെന്ന് എനിക്കറിയില്ല. തിടുക്കത്തോടെ അത് ചെയ്തെടുക്കാൻ ഞാനിതാ എന്നെ തന്നെ അങ്ങയുടെ മുൻപിൽ സമർപ്പിക്കുന്ന കർത്താവേ, നീ എന്നോട് കരുണയാകണമേ. അങ്ങയുടെ തൃപ്പാദത്തിൽ സവിനയം ഈ സാധുവായ അടിയനെ സമർപ്പിക്കുകയാണ്. കടന്നു വന്നിട്ടുള്ള എല്ലാ പ്രിയ മക്കൾക്കായിട്ട് സ്തോത്രം. എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണം.